യേശു കർത്താവ് ലൂക്കോസ് സുവിശേഷം 13 അധ്യായം വായിക്കുമ്പോൾ ഒരു പള്ളിയിൽ ചെന്നപ്പോൾ അവിടെ ഒരു കൂനയായ സ്ത്രീയെ യേശു കണ്ടു. നാട്ടുകാർ നോക്കുമ്പോൾ അവിടെ ഡിസ്കിൻ്റെ കംപ്ലൈൻ്റ് ആണ്. എല്ലാവരും നോക്കുമ്പോൾ അവിടെ നടുവിന് എന്തോ പ്രശ്നമുണ്ട്, അവൾ കൂനിയിരിക്കുകയാണ്. എന്നാൽ യേശു എന്താണ് പറഞ്ഞത്? അവിടെ 18 സംവത്സരമായി ഒരു രോഗാത്മാവ് ബാധിച്ചിട്ട്, ദാറ്റ്സ് എ സ്പിരിറ്റ്, ഒട്ടും നിവരുവാൻ കഴിയാത്തൊരു കൂനയായ സ്ത്രീ ഉണ്ടായിരുന്നു. യേശു പറഞ്ഞു, ഇവളുടെ ഡിസ്കിൻ്റെ കംപ്ലൈൻ്റ് അല്ല, സാത്താൻ ഇവളെ ബന്ധിച്ചിരിക്കുകയാണ്. ശബത്ത് നാളിൽ ഈ ബന്ധനം അഴിച്ചുവിടണം. ഇത് പ്രാർത്ഥനയിൽ അഡ്രസ്സ് ചെയ്യേണ്ട കാര്യമാണ്. ചെവി കേൾക്കാൻ പറ്റാത്ത, സംസാരിക്കാൻ പറ്റാത്ത ഒരു ചെറുപ്പക്കാരനെയും കൊണ്ട് ഒരപ്പൻ പ്രാർത്ഥിപ്പിക്കാൻ വന്നു യേശുവിൻ്റെ അടുക്കൽ. എന്നിട്ട് കർത്താവിനോട് പറയുകയാണ്, എൻ്റെ കൊച്ചിന് ചെവിയും കേൾക്കൂല, വർത്താനവും പറയില്ല, ഒന്ന് പ്രാർത്ഥിക്കണം. പക്ഷെ യേശു പ്രാർത്ഥിച്ചത് എങ്ങനെയാണെന്നറിയോ? ഊമനും ചെകിടനുമായ ആത്മാവേ ഇവനെ വിട്ടുപോ. ആ ചെകിട ആത്മാവേ ഇവനെ വിട്ടു. അപ്പോൾ അവൻ്റെ ചെവി ബന്ധിച്ചിരുന്ന, അവൻ്റെ നാവിനെ കെട്ടിയിരുന്ന ഒരു സ്പിരിറ്റ് അവൻ്റെ മേളിലുണ്ടായിരുന്നു. ആ സ്പിരിറ്റിനെയാണ് യേശു അഡ്രസ്സ് ചെയ്തത്, ബ്രേക്ക് ചെയ്തത്. അപ്പോൾ ഇത് സ്കാനിങ്ങിൽ തെളിവില്ല ഈ സാധനം. അപ്പം ഡിമോണിക്കായ അറ്റാക്കുകളിലൂടെ ഇപ്പം ഞാൻ എത്ര കേസുകളിലാണ് യേശു കർത്താവ് അത്ഭുതം ചെയ്തിരിക്കുന്നത് അറിയോ? മനുഷ്യൻ വൈദ്യശാസ്ത്രമൊക്കെ കൈവിട്ട എന്ന് വെച്ചാൽ അത് ഡോക്ടർമാരുടെ കഴിവുകേടല്ല, അവർക്കത് കണ്ടുപിടിക്കാനോ അത് ഹീൽ ചെയ്യാനോ കഴിയുന്നില്ല. കാരണം അതിൻ്റെ പിന്നിലൊരു സ്പിരിച്വൽ റീസൺ ഉണ്ട് പാസ്റ്ററെ. അതെല്ലാവരും മനസ്സിലാക്കുന്നില്ല. കൊച്ച് ഡിപ്രഷനാണ്, അവൾ മിണ്ടുന്നില്ല, അല്ലെങ്കിൽ വയലൻ്റ് ആണ്, ആങ്സൈറ്റി പ്രോബ്ലം ആണ്, പാനിക് അറ്റാക്കുകൾ ഉണ്ടാകുകയാണ്. ഈ പാനിക് അറ്റാക്കും ആങ്സൈറ്റിയും പ്രോബ്ലത്തിൽ നിന്ന് എത്ര ആയിരങ്ങളെയാണെന്നറിയാമോ ഈ ശുശ്രൂഷകളിൽ കർത്താവ് പലയിടങ്ങളിൽ വിടുവിച്ചിട്ടുള്ളൂ. ഡി അഡിക്ഷൻ സെൻ്ററിൽ കൊണ്ടിട്ടിട്ടും രൂപാന്തരപ്പെടാത്ത എത്രയോ മദ്യപാനികൾ പ്രാർത്ഥനയിലൂടെ ജീവിതം രൂപാന്തരപ്പെട്ട് മാനസാന്തരപ്പെട്ട് ജീവിക്കുന്നു. അപ്പോൾ മനുഷ്യന് ചെയ്യാൻ കഴിയാത്തത്, മാനുഷിക തലങ്ങളിൽ ഡീൽ ചെയ്യാൻ കഴിയാത്തത് യേശുവിന് ഡീൽ ചെയ്യാൻ കഴിയും. ഇത് നിങ്ങൾ വിശ്വസിക്കണം. ബൈബിൾ നിങ്ങൾക്ക് തരുന്ന ഒരു ഉറപ്പുണ്ട്. നിങ്ങൾക്കധികം ഭാരമായുള്ളതിനെ എൻ്റെ അടുക്കൽ കൊണ്ടുവരിക, ഞാൻ അതിനെ തീർത്തു തരാം. ഹല്ലേലൂയ. യിരെമ്യാ പ്രവചനം 32:27, ഞാൻ സകല ജഡത്തിൻ്റെയും ദൈവമായ യഹോവയാകുന്നു, എനിക്ക് കഴിയാത്ത വല്ല കാര്യമുണ്ടോ? ഇത് വിശ്വസിക്കണം. അതോടൊന്നിച്ച് തന്നെ വചനം പറയുന്നു, മർക്കോസ് 9:23, വിശ്വസിക്കുന്നവന് സകലവും കഴിയും. അതെ, വിശ്വസിക്കുന്നവന് സകലവും, ദൈവത്തിന് സകലവും കഴിയും, വിശ്വസിക്കുന്നവനും സകലവും കഴിയും. തീർച്ചയായിട്ടും. അപ്പോൾ നിങ്ങൾ വിശ്വസിക്കുവാൻ തയ്യാറാകുന്നു എങ്കിൽ കർത്താവാകുന്ന യേശു ക്രിസ്തു നിങ്ങളെ സൗഖ്യമാക്കും.